അപ്പം നമ്മൾ തിരിച്ചു വരാം നമുക്ക് പ്രശ്നത്തിലേക്ക്. ടീച്ചർ പറയുന്നത് കൂടുതൽ മോട്ടിവേഷൻ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും വ്യക്തികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതാണ്. വളരെ നല്ലൊരു തോട്ടാണ്. അപ്പം ടീച്ചറിൻ്റെ ഒരു കൺസെപ്റ്റിൽ ഒരു ആർട്ടിസ്റ്റിന് വേണ്ട ബേസിക് ക്വാളിറ്റീസ് എന്തായിരിക്കും? നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കണം. അതായത് ഒബ്സർവേഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അല്ല, ഒന്നും കാണാത്തൊരു വ്യക്തിക്ക് വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. വരയ്ക്കാം, പലതും ചിലപ്പോൾ കളറുകൾ പല രീതിയിൽ വെക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു ടാലൻ്റ് ഉള്ളിൽ നിന്ന് ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരാൾ പറഞ്ഞോ നിർബന്ധിച്ചോ ചെയ്യുന്നതല്ല, നമ്മൾ സ്വയമേ ചെയ്യണം. ആർട്ടിസ്റ്റുകൾ പൊതുവേ ഇമോഷണൽ ആണെന്ന് പറയും. അവരുടെ ജീവിതം എപ്പോഴും ഒരു റോളർ കോസ്റ്റർ റൈഡാണ്. ഒന്നുകിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഇതായിരിക്കും. അപ്പം ആർട്ടിസ്റ്റുകളുടെ ബേസിക് ക്വാളിറ്റി ടീച്ചർ പറഞ്ഞ പോലെ ഒബ്സർവേഷണൽ പവർ തന്നെയാണ്. അത് തന്നെ. എല്ലാവരും ഒരു സൈലന്റ് ഇതായിരിക്കും, എങ്കിലും അവർ അതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടാവും. കൂടുതൽ അവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തിരിച്ച് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല ഭൂരിഭാഗം. ചിലവരുണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഭൂരിഭാഗം പേരും ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന, അപ്പോഴാണ് കൂടുതലും സൈലൻ്റ് ആയിട്ടിരുന്ന് വരയ്ക്കുക. അങ്ങനെയുള്ള പണ്ടത്തെ ചിന്താഗതി ആട്ടോ, മുടിയൊക്കെ വളർത്തി ചില അല്ല, എനിക്കത് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാനൊരു പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്ത, പ്രത്യേകിച്ച് ഓയിൽ, ഞാനിങ്ങനെയാണ്. അപ്പം നമ്മളൊന്നും അറിയുന്നില്ല ചുറ്റും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മുടി ശരിക്കും ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അതിലേക്ക് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കുറേ ടൈം അവരുടെ അതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാരിൽ വ്യത്യാസമുണ്ട് അല്ലേ? തീർച്ചയായും. അവരെല്ലാം ഭയങ്കര അപ് ടു ഡേറ്റ് ആയിട്ടായിരിക്കും കീപ്പ് ചെയ്യുന്നത്. അപ്പം ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നമ്മുടെ പുതിയ കുട്ടികളോട് ഒരു ആർട്ടിസ്റ്റ് ആവാൻ അല്ലെങ്കിൽ ഒരു ചിത്രകാരൻ ആകണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? നമ്മളാരും ക്ഷണിക്കില്ല, നമ്മളായിട്ട് തന്നെ ഇറങ്ങിത്തിരിക്കണം. നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകൾ നമ്മളാണ് അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കേണ്ടത്. കാരണം എല്ലാ കുട്ടികളിലും, ഞാനിപ്പം സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം, ദൈവം എല്ലാവർക്കും എല്ലാ കഴിവും കൊടുത്ത് തന്നെ വിട്ടേക്കണം. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല, പ്രത്യേകിച്ച് കുട്ടികൾ. കാരണം അതെനിക്ക് തോന്നുന്നത് ഇപ്പോൾ മൊബൈലിൽ കൂടുതൽ കുട്ടികളെ അതിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതുകൊണ്ട്, അതിൽ നോക്കിയിരിക്കുന്നതുകൊണ്ട് അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല, ക്രിയേറ്റിവിറ്റി ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? അവർ കൂടുതൽ ഈ മൊബൈൽ നോക്കി അവരുടെ സമയം, അവരുടെ ഫ്രീ ടൈം മുഴുവനും ഇതാണ്. പക്ഷെ നമ്മളുടെ കാലത്ത് നമ്മൾക്കതില്ല. അതുകൊണ്ട് നമ്മൾ തറയിൽ വരയ്ക്കുന്നു, മതിലയിൽ വരയ്ക്കുന്നു, അല്ലേ? അങ്ങനെയൊക്കെയാണ് ചെയ്തത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതിനൊക്കെ ടൈമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സന്തോഷിച്ച പോലെ അവർ സന്തോഷിക്കുന്നില്ല. അവർക്ക് കൂടുതൽ ടെൻഷനും കാര്യങ്ങളാണ്. പഠനത്തിൻ്റെത്, പഠനവും വേണം, അതോടൊപ്പം തന്നെ കലയും വളർത്തിക്കൊണ്ടുപോകണം. കാരണം നമുക്ക് ഒത്തിരി ടെൻഷനൊക്കെ, ഞാൻ പിള്ളേരോട് പറയും, മക്കളെ പഠിക്കുന്നതിൽ തന്നെ കുറേ ടെൻഷനുണ്ട് കുട്ടികൾക്ക്. പരീക്ഷ, വീട്ടിൽ അമ്മ വഴക്കുന്നു, അപ്പ വഴക്ക് പറയുന്നു, മാർക്ക് പറയുമ്പോൾ അതിൻ്റെ കോമ്പറ്റീഷനാണ് ഇപ്പോഴത്തെ ഇത്. അങ്ങനെയുള്ള എല്ലാവർക്കും 95 എബോവ് മാർക്കാണ്, പെർസെൻറ്റേജാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുറേ പേരെ വീട്ടിൽ നിന്ന് പിന്നെ തീർച്ചയായും അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ കുറേ റിലീഫ് ആകാൻ വേണ്ടി നമ്മളുടെ ആ കൊച്ചു കൊച്ചു കഴിവുകൾ അത് നമ്മൾ തനിയെ എവിടെയെങ്കിലും ഇരിക്കും. ഞാൻ പറയും, നിങ്ങൾ TV കാണാൻ എടുക്കുന്ന ഒരു 10 മിനിറ്റ് എടുക്കുമ്പോൾ അതിലൊരു 5 മിനിറ്റ് എന്തെങ്കിലും ഒരു സ്കെച്ച് ചെയ്യുക, പിറ്റേ ദിവസം അത് കളർ ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെ ഇഷ്ടപ്പെടും നമ്മളുടെ വർക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കും, വീണ്ടും ചെയ്യും. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടും. ഞാൻ പറയും, ഇപ്പം ഒരു 45 എബോവ് ആണ് ആൾക്കാർക്കാണ് പ്രഷറും കാര്യങ്ങളും. ഇനിയുള്ള തലമുറ എനിക്ക് തോന്നണം ഒരു 25 കഴിയുമ്പോൾ തന്നെ പ്രഷറും കാര്യങ്ങളൊക്കെ തുടങ്ങും. കാരണം അത്രയും ടെൻസ്ഡാണ് അവർ. അപ്പം ഞാൻ പറയണത്, കുട്ടികൾ അവരുടെ എല്ലാവർക്കും കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി അതിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് എടുക്കാൻ നോക്കുക. കൂടുതൽ എക്സിബിഷൻ കാണുക, മറ്റുള്ളവർ വരയ്ക്കുന്നത് നമ്മൾ പോയി കണ്ട്. ഇപ്പം ആരെങ്കിലും എവിടെയൊക്കെ, ഇപ്പം നമ്മൾ പല സ്ഥലത്ത് ഫോട്ടോ വെച്ചിലൊക്കെ ഒത്തിരി കാണാറുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തെ എക്സിബിഷൻ മാത്രമല്ല, അവിടെ ചിലവരൊക്കെ ആ കടപ്പുറത്തൊക്കെ ഇരുന്ന് വരയ്ക്കുന്നതൊക്കെയാണ്. അപ്പോൾ കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക, അവരെങ്ങനെ വരയ്ക്കുന്നു, അവരെങ്ങനെ കളർ ചെയ്യുന്നു. അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഇൻട്രസ്റ്റ്. ഫോർമേറ്റീവ് ഇയേഴ്സിൽ പാരൻസിൻ്റെ ഒരു തീർച്ചയായും അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ, കാരണം ഇന്ന് കുട്ടികൾ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല, നമ്മളുടെ കാലഘട്ടം പോലെയല്ല. അപ്പം അതുകൊണ്ട് പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള തലമുറ ഹാപ്പി ആയിരിക്കുകയുള്ളൂ. അതേപോലെ തന്നെ അവരുടെ കഴിവുകൾ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ
തീർച്ചയായും സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് മാത്രമല്ല വീട്ടിൽ പാരൻസിൻ്റെ സപ്പോർട്ടും വേണം. ഒരു വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നത് എപ്പോഴും അവരുടെ ഡ്രീംസ് ആയിരിക്കും. അപ്പം ഒരു ചിത്രകാരി എന്ന നിലയ്ക്ക് ടീച്ചറിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്താണ്? എനിക്കൊരു സോളോ എക്സിബിഷൻ നടത്തണമെന്നുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് അതിനുള്ള ക്യാൻവാസുകളൊക്കെ വരച്ച് തീർന്നാൽ മാത്രമേ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരാഗ്രഹമുണ്ട്. പിന്നെ അതുകൂടാണ്ട് എനിക്ക് ഒരു ചെറിയ സ്റ്റുഡിയോ പോലെ എൻ്റെ വീട്ടിൽ തന്നെ ചെയ്യണം. എന്നാലേ ഇപ്പം ഞാനിവിടെ നിന്ന് പോയാൽ പോലും കുട്ടികൾ വന്ന് കാണാനും അവർക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കാനും ഒക്കെ, എന്നാലല്ലേ ഇനിയുള്ള കുട്ടികൾക്ക് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാനും ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നല്ലൊരു ഭംഗിയിൽ ചിത്രങ്ങളൊക്കെ വെച്ച് കുട്ടികളെയൊക്കെ വീട്ടിലേക്ക് ക്ഷണിച്ച് അവരെ കാണിക്കുക എന്നതൊക്കെ എനിക്ക് ഭയങ്കര. എത്ര ചിത്രങ്ങളുണ്ട് ടീച്ചറിന്? എനിക്കൊരു 10-25 ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ടാവും. പിന്നെ പേപ്പറിൽ വരച്ചത് കൂടുതലുണ്ട്, ഒത്തിരിയുണ്ട്. പിന്നെ പേപ്പറിലെന്ന് വെച്ചാൽ നമ്മൾ ഫ്രെയിം ചെയ്തില്ലെങ്കിൽ അത് ചെതലടിച്ചൊക്കെ പോകും. കാരണം നമ്മൾ ഇതൊക്കെ സൂക്ഷിച്ച് ഓരോ സ്ഥലത്ത് വെക്കുകയല്ലേ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ എടുത്ത് നോക്കാനുള്ള ടൈമൊന്നുമില്ല. അല്ലെങ്കിൽ അതൊരു ആൽബം പോലെയൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ അതിനുള്ള ടൈമും ഇതൊന്നുമില്ല. നമുക്ക് എപ്പോഴും ക്യാൻവാസാണ്. ഇപ്പം എന്തെങ്കിലും ഓരോ വർഷം ഒരു എക്സിബിഷൻ എന്തായാലും ചെയ്യാറുണ്ട്. ചിലപ്പോൾ 2-3 ഒക്കെ ചെയ്യും. പക്ഷെ ഇപ്പോൾ കുറവാണ്. കൂടുതലും വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ പോകാനൊന്നും പറ്റാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടവും വ്യത്യാസമാണല്ലോ. എല്ലാവർക്കും അസുഖങ്ങളും കാരണം അതുകൊണ്ട് ദൂരെ പോകാൻ വലിയ ആഗ്രഹവും അതില്ല. കാരണം പോയി വരുമ്പോൾ തന്നെ നമുക്ക് പിന്നെ സ്കൂളിലേക്ക് വരാൻ പറ്റത്തില്ല. പിന്നെ കഴിവതും എനിക്ക് ജോലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത് ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് തന്നെ. അപ്പോൾ കുട്ടികളുടെ കൂടെ നിന്ന് അവർ ചെയ്യുന്നത്, കാരണം നമുക്ക് അവരിൽ നിന്നും പഠിക്കാൻ പറ്റും. കുട്ടികൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ഞാനൊരു വർക്ക് ചെയ്താൽ തന്നെ എൻ്റെ കൂടെയുള്ള ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ നല്ല കഴിവുള്ളവരാണ്. അപ്പോൾ ടീച്ചേഴ്സിനെ ഞാൻ ചോദിക്കും, ടീച്ചർ ഇതെങ്ങനെയുണ്ട്, ഇത് കൊള്ളാമോ എന്ന്. അവരുടെ അഭിപ്രായം കൂടി ചോദിച്ചൊക്കെ ഞങ്ങൾക്ക് സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അവരോടും അഭിപ്രായം ചോദിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരോട് ചോദിക്കാം. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ വിട്ടുപോയി. ടീച്ചറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആർട്ടിസ്റ്റ് ആരാണ്? മോട്ടിവേഷൻ ആയിട്ടുള്ള ചിത്രം ഏതാണ്? ചിത്രം എനിക്ക് വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ചിത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് ചിത്രം? സ്റ്റാറി നൈറ്റ്. സ്റ്റാറി നൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു സ്പെഷ്യൽ ഇത് തന്നെയാണ് അല്ലേ? എന്തൊരു ആ ഒരു കളറും ആ ഒരു ഡീപ്പ് ഒരു ഡെപ്ത് ഉണ്ടാവും. തീർച്ചയായും അത് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാര്യം, ഞങ്ങൾക്ക് സ്കൂളിൽ ഒരു ദിവസം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷനൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എൻ്റെ ഓർമ്മയിൽ ചോയ്സിലാണെന്ന് തോന്നുന്നു. വന്നപ്പോഴത്തേക്ക് അവിടെ ഫാഷൻ ഷോൻ്റെ ഇതിൻ്റെ അകത്ത് ഡ്രസ്സിൽ വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ചിത്രങ്ങളാണ് അവർ പറഞ്ഞത്, അതായത് മോഡൽസിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് മുഴുവൻ ഞാനും എൻ്റെ കുട്ടികളും ചേർന്നാണ് ചെയ്തത്. അപ്പോഴാണ് കൂടുതൽ അതിലേക്ക് ഇറങ്ങിച്ചെന്നതും അതിൻ്റെ ആ വരകളും എല്ലാം മനസ്സിലായതും. എനിക്കപ്പോൾ കുറച്ചും കൂടി ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഞാനത് സാരിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും ശൈലി കോപ്പി ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? ആ ശൈലി നമുക്ക് അങ്ങനെ കോപ്പി ചെയ്യാനായിട്ട് പറ്റത്തില്ല. എനിക്ക് അങ്ങനെ അത് നമ്മൾ നടക്കില്ല ചെയ്യാനായിട്ട് നമ്മൾ. പക്ഷെ ആ ഒരു സ്റ്റൈലും നമ്മളുടെ ഇതിലേക്ക് പിന്നെ വരും. നമ്മൾ എന്ത് കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചിലവർ പറയില്ലേ, നമ്മൾ നേരായി നടന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളിൽ എപ്പോഴും ഉണ്ടാവും. അതാണ് അത്. പിന്നെ നമ്മളത് നിർത്തി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങാൻ കുറച്ച് സമയങ്ങൾ വീണ്ടും എടുക്കും. അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്.
എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരു സോളോ എക്സിബിഷൻ നടത്താനും ഒരു ആർട്ട് ഗാലറി, ഭംഗിയുള്ള ഒരു ആർട്ട് ഗാലറി സെറ്റ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് നന്ദി.